മന്ദം ചാടി വരുന്നൊരു ചാടി വരുന്നൊരു ഉടനെ വിളിച്ച് പേടിച്ചു പോയല്ലടാ, പേടിച്ചോളാ വൈരേ. ഞാൻ മറ്റേ അതുപോലെ കാണിച്ചു വേറെന്തോന്ന് ഏതുപോലെ സ്പീഡ് ഇതേപോലെ അസുഖം ഉണ്ടല്ലേ, കുരയ്ക്കണ അസുഖം. കൊള്ളാം. ഇടിയാ ഇത് ഏത് വണ്ടിയാണെന്ന് അറിയാം മാർക്കെങ്കിൽ? ദിസ് ഈസ് ഡിസ്ട്രിക്ട് കോർപ്പറേഷൻ. E6 നീ നോക്കിയാ? പിന്നെന്തൊക്കെ നീ നോക്കി? പിന്നെ അണ്ണേ ഇതിലാരും ഇല്ലടാ, നമ്മൾ മാത്രമേ ഉള്ളൂ. അവരാരും നമ്മളെ കാണുന്നില്ലല്ലോ. നമ്മള് കപ്പിൾസ് അല്ലല്ലോ. നമ്മള് കപ്പിൾസ് അല്ല, പക്ഷെ നമുക്ക് ഏതെങ്കിലും മൂലയിൽ പോയി കൊരുത്താലോ? എന്നാ പറയണേ? ഇവിടെ കുറെ ഹോളുണ്ട്, എല്ലാ മൂലയിലും കയറല്ലേ. നമുക്ക് ഏത് മൂലയിൽ പോകാൻ വരും? ഇത് നമുക്കായി മാത്രമുള്ള ദിനങ്ങൾ. ഇത് പൊട്ടിച്ചടിച്ചാലേ എന്നാ പൊട്ടിക്കാം. നിനക്കത് അറിയാമോ? എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ പൊട്ടിക്കണ്ട. തല എടുത്തിട്ടാണ് ഇതെടുത്ത് വാങ്ങിടണ ഈ സാധനം. ഇത് മറ്റടുത്ത് പൊട്ടിയടിച്ച് കയറ്റി. ഇല്ല കുലിക്കാതെ എടാ ചുമ്മാ അവസാനം ഇവന്മാരെന്തോ പ്രശ്നക്കാരന്മാരാണ്. അവസാനം തോട് നമ്മളെ പെടലിരിക്കും. വാടാ ഹെൽറ്റാ, നമുക്ക് സാധനം കിട്ടി, ബെഡ് കിട്ടി, കട്ടിൽ കിട്ടി. ഇനി വേറെ എന്തൊരു വേണം? ലൈറ്റ് കൂടെ ഒന്ന് അടച്ചിട്ട് വെള്ളമുണ്ട്, കട്ടിലുണ്ട്. ടിഷ്യൂ ഉണ്ടോ? ടിഷ്യൂ ഇല്ല. അരിയോ പറയോ എണ്ണയും കൊണ്ടേ വല്ലതും എടുക്കാൻ പോ. കട്ടിൽ മറ്റേ കിട്ടി. നമ്മളെ പരിപാടി തുടങ്ങട്ടെ. നമ്മള് വീഡിയോ ഷൂട്ടിന് പോവുകയാണ്. അതിനകത്ത് വെട്ടമില്ലാത്ത അവിടെ കയറ്റിയാലേ വെട്ടം. ഇതിന് ജാപ്പനീസ് കൊണ്ടുവല്ല ബ്ലർ ചെയ്യണമല്ലോ ആലോചിക്കുന്നുണ്ട്. ഇത് ബ്ലർ ചെയ്യുമല്ലോ നമ്മള്. ഓ ബ്ലറിങ് ആണ് ഫുള്ള്. ജാപ്പനീസ് എടുത്തെടുത്ത് പഠിച്ചിരിക്കും. എണ്ണ എടുക്കാൻ വേണ്ടിയിട്ട് തോളി എടുത്തു. ടയർ കംപ്ലൈന്റ് എണ്ണ ഇതിലിടേണ്ടി വരും. ഏത് എണ്ണ വേണം? പേരച്ചോട്ട്, സൺഫ്ലവർ. ഈ എണ്ണ ഓർമ്മ ഉണ്ടോ? ഇത് ഓർമ്മ ഉണ്ടോ? ഈ എണ്ണ എവിടെയെങ്കിലും ഓർമ്മ ഉണ്ടോ? ഉണ്ട്, പണ്ട് ഓർമ്മയുണ്ട്. പണ്ടോ അതിനുണ്ടായിരുന്നു വലിയ പരിപാടി. അപ്പുറത്തോ ഏതെണ്ണ? ഏതോളാടാ നിനക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത്? ഇത് മതിയോ? ഇതെങ്ങനെ തിരിച്ചാണോ മറിച്ചാണോ എങ്ങനെയാണ്? ഇത് ഐസ്ക്രീം അല്ലേ, വശത്തേക്കുള്ള സാധനം. ടെസ്റ്റർ സ്പ്രേ കണ്ട? ടെസ്റ്റർ ഇതെങ്ങനെ ടെസ്റ്റ് ചെയ്യും? ഇത് സ്ട്രോ ഇല്ല, ഇതെങ്ങനെ അടിക്കും? കാണിച്ചുതരാം. ഇതെങ്ങനെ അടിക്കും? ഇത് ഒഴിപ്പാണത്. ഇതെന്താ കമത്തി വെച്ച് അടിക്കണം? എങ്കിലും വരില്ല കേട്ടാ. ഒരുപാട് വരത്തേന്ന് വരാത്തേന്ന് തോന്നുന്നു. എടാ ചുമ്മാ കന്നെന്തിനു കാണിക്കാതെ. അത് കൊള്ളാം അല്ലേ മോനെ? ഫൈസി ഉപ്പുപ്പാന്റെ ചായ നല്ല കടുപ്പുള്ള ചായയാണ് മോനെ. നീ ആരെങ്കിലും അപരാധിക്കുണ്ടോ? അപ്പൊ കക്കൂസ് കയറി ഒന്നര ബ്ലോക്ക് ചെയ്താലേ? ഇവിടത്തെ കക്കൂസ് കയറി ബ്ലോക്ക് ചെയ്യാം. അവരെല്ലാം കയറിപ്പോ നമുക്ക് അതിൽ കയറിട്ട് വന്നാലേ? നമ്മൾ എന്തായാലും ടിക്കറ്റ് എടുത്തില്ലേ? ഇറക്കി വിടുമോ? നിനക്ക് അയ്യടേ. കാല് നല്ല കാല്. എടാ ഇതുണ്ടോ? ഇതെന്താണെന്നറിയാമോ? ഇത് മറ്റേ ബോക്സാണ്. എല്ലാവരും മറ്റേ ജാപ്പനീസ് കണ്ടിട്ടില്ലേ? എടുത്ത് നെഞ്ചത്ത് വയ്ക്കും. നെഞ്ചത്ത് വെച്ചതിന് ശേഷം നമ്മളിങ്ങനെ കൈയിട്ട് പിടിക്കും. അല്ല കൈയിട്ട് നീ കണ്ടിട്ടില്ല ആ ഒരു ചടങ്ങ്? ഓ കണ്ടിന്നാണ്. എനിക്കിത് പറിച്ചു തരോ? ഈ ലൈറ്റ് ആയാലും ഒന്ന് പറിച്ചു തരോ? ഫോണ് ഞാൻ പിടിക്കാം. കയറി പറിച്ചു. മണ്ട കയറി പറയണം. ഒത്തിരി മണ്ട കയറി പറയും. പൊക്കില്ലെന്ന് പറയാൻ. എനിക്ക് ആ പക്കി വേണം, നിറം മാറി പക്കി വേണം. എനിക്ക് ഒരെണ്ണം പിടിച്ച് പറിച്ചാളാം.
അണ്ണാ പറഞ്ഞ വഴി ആ പക്കി അണഞ്ഞ പക്കി മതിയാ. ഇല്ല അച്ഛനെ മക്കളെ അതല്ല മക്കളെ വാഴ ഇങ്ങോട്ടോ വേറെ ബാക്കിലേക്കാണ് വാഴ നമ്മുടെ മരവാഴ നിങ്ങളുടെ പൈസ മുടക്കി ഒന്നും കാണാൻ വാഴയെ കാണുകയാണ് ഇങ്ങോട്ട് നോക്കിയാൽ മതിയായിരുന്നു. പക്ഷെ നിനക്ക് വാഴയെ കാണണോ? വാഴ കാണണോ? അപ്പം ഇതാണ് വാഴ. നീ വാഴയെന്ന് വിളിച്ചാൽ വാഴ 2 അത് ഞാൻ ഓ ഇതൊക്കെ വെറുതെ നമ്മളെ സന്തോഷമല്ലേ. ഞാൻ തന്നെ എൻ്റെ ചാനലിട്ട് ഞാൻ തന്നെ കാണുന്നു, ഞാൻ തന്നെ ചിരിക്കുന്നു. ഇത് പേര് പറയാത്തൊരു ചാനലാണ്, ഞാൻ ഒന്നും ഇട്ടിട്ടില്ല. ലോഗിൻ ചെയ്ത് അപ്പോഴേ കയറി ഡോട്ട് മാത്രമേ ഇട്ടിട്ടുള്ളൂ, ഒന്നും വേറെ ഒന്നും ഇട്ടിട്ടില്ല. മിസ്റ്റർ എൽറ്റാൻ വാഴ സിനിമ കാണുന്നതിനെ പറ്റി അല്ലെങ്കിൽ അത് കാണുന്നതിന് മുന്നോടിയായി താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഒരു മരവാഴ താങ്കൾക്ക് എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്? കാരണം ഇതിൽ മറ്റേ വാഴയെ ഞാൻ കണ്ടിട്ടുണ്ട്, അതാണ് എൻ്റെ ഈ ഫോണും പിടിച്ച് വ്ളോഗ് ചെയ്യണ. ഈ വാഴയെ ഇനി കാണേണ്ട കാര്യം ഉണ്ടാന്നുള്ളതാണ് ഡൗട്ട്. അതിനു മുന്നേ തന്നെ താങ്കൾ ഇത് കണ്ടു കഴിഞ്ഞു എന്നാണ് പറഞ്ഞു വരുന്നത് അല്ലേ? ഓ, താങ്കളുടെ ജീവിതത്തിലൂടെ ഞാൻ എല്ലാം പഠിച്ചു. അതെ, എന്നും രാവിലെ എഴുന്നേൽക്കുമ്പോൾ കണ്ണാടി കാണുന്ന സ്വന്തം മൂഞ്ചി ആയതുകൊണ്ടും ഒരു വാഴ ആദ്യമേ കണ്ടു, പിന്നെ അടുത്തിരിക്കുന്ന എൻ്റെ വാഴയും കൂടെ കണ്ടതിന് ശേഷം അയാളെ എല്ലാം പഠിച്ചു എന്നാണ് പറഞ്ഞു വരുന്നത്. എന്തും കേൾക്കാൻ പറ്റുന്നുണ്ടോ? എന്ത് അങ്ങനെ നമ്മുടെ അഭ്യർത്ഥന മാനിച്ച ഒരു ലേറ്റ് വിളിച്ചു വന്നു. പരിപാടി കഴിഞ്ഞ് വീട്ടിൽ പോകണം. എനിവേ ഇറ്റ്സ് എ നൈസ് മൊമെന്റ്. മോനി എന്നെ മനസ്സിലായ? ഇല്ലല്ലോ, മനസ്സിലായില്ല. ഇറ്റ എന്താണ് എന്റെ ഫോണിലേക്ക് വിളിച്ച കാര്യം? അപ്പൊ ഇക്കേടെന്ന് മനസ്സിലായില്ല. നമ്മൾ കടവന്തരയിൽ വെച്ച് മോൻ അവിടെ റീചാർജ് ചെയ്യാൻ വന്നപ്പോ മോനെ കണ്ടി നമുക്ക് എന്തിനാണ് ഇഷ്ടപ്പെടുന്നത്? അപ്പൊ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഉള്ളേ, നമുക്ക് ഇഷ്ടമായി. മോനവിടെ ഒരു മുണ്ടൊക്കെ മടക്കി കുത്തി നിന്ന അപ്പൊ മോന്റെ തോടെ നമ്മൾ കണ്ടി. നമ്മളെ ഇന്നത്തെ പരിപാടികൾ ഇവിടെ അവസാനിക്കുകയാണ്. രാത്രിയായി 12 മണി സമയം. ഇനി നമുക്ക് എന്താണ്? പാലമുണ്ട്, തൂണിൻ്റെ അടിയുണ്ട്. എന്താ വേണ്ടേ? എണ്ണയില്ല. സ്ഥിരം സാധനം ഏത് പാലത്തിനടിയിലാണ് നീക്കുന്നത്? ഇല്ല, അണ്ണ വാ കൊടുത്തല്ലേ പരിചയം, അതല്ലേ എണ്ണ എടുക്കാൻ വന്നത്. എനിക്കറിയാം. അങ്ങനെ നമ്മൾ പാലത്തിനടിയിലൂടെ നടക്കുക. ഇന്നത്തെ എങ്ങനെയാണ്? എത്ര ശതമാനം സാറ്റിസ്ഫൈഡ് ആണ്? ഇന്നൊന്നും നടന്നില്ല. എന്തോ നടന്നില്ലേ? നടക്കില്ലേ നമ്മളിപ്പോൾ? നടന്നതില് ഒരു നിഴലുണ്ട് സൂചിക്കും. നിഴലുണ്ട്, എന്തൊരു സൂചിക്കുക? അത് നിഴലുണ്ട് സൂചിക്കണമാരൊക്കെ സൈക്കോപാത്ത്. നമ്മളെ ആ കൂട്ടത്തിൽ കൂട്ടരുത്. പിന്നെ അണ്ണ എന്തിനാണ് സൂചിക്കണം? ഞാൻ ഈ പടം പറയും കിട്ടിയില്ല. എന്തൊരു ഭിത്തി. ഐ ആം എ ഫിറ്റി പ്ലക്കർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടുത്തെ തുള എല്ലാം അണ്ണനെ കാരണം ഓരോടത്ത് ഓരോ തുള കാണാൻ സൂം ചെയ്താൽ കാണാൻ പറ്റും. ഓരോരോ നിന്റെ തുളയുണ്ട്. എന്ത് സൈസ് എണ്ണ ഇത്? റോഡും പണിയാൻ പറ്റില്ല. വെറുതെയാണ് കേരള സർക്കാരിന് ഇത്രയും നഷ്ടം. കിലോ കണക്കാ.